മാർവൽ അവരുടെ യങ് അവഞ്ചേഴ്സിനെ ഡൂംസ്ഡേയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡൂംസ്ഡേയിൽ യങ് അവഞ്ചേഴ്സും കാണും. യങ് അവഞ്ചേഴ്സിലെ ഗേൾസ് പെൺപിള്ളേരെ ആയിരിക്കും അവർ ഈ ഒരു സിനിമയിൽ കാണിക്കുക. അതേപോലെ തന്നെ അടുത്ത വർഷം ഒരു ഒരു സീരീസ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, മാർവൽ ചാമ്പ്യൻസ് എന്ന് പറഞ്ഞിട്ട്. ഈ യങ് അവഞ്ചേഴ്സ് ഒക്കെ തന്നെയാണ് അതിനകത്തുള്ളത്. ഏത് നമ്മുടെ ലേഡി ഹോക്കായി, അമേരിക്കൻ ഷാവിസ്, പിന്നെ മിസ് മാർവല്, പിന്നെ ആരായിരുന്നു റീറി അയൺ ഹാർട്ട്, പിന്നെ വിക്കൻ, അങ്ങനെ അങ്ങനെ കുറച്ച് ആളുകൾ അവരെല്ലാം കൂടെ വെച്ചിട്ട് ഈ പറയുന്ന പോലെ ഒരു പുതിയ സീരീസ്. വെറുതെ വേസ്റ്റ് ഓഫ് ടൈം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആകത്തേൽ വിക്കൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ കൊള്ളാം, പിന്നെ കേറ്റ് ബിഷപ്പ് ആ ഒരു ക്യാരക്ടർ കൊള്ളാം. ഈ 2 ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. ബാക്കി എല്ലാ യങ് അവഞ്ചേഴ്സും വെറും പാഴുകളാണ്. കാരണം കാസിയൊക്കെ എൻ്റെ പൊന്നേ, എന്താ അപരാധമായിരുന്നു മറ്റേ അവസാനത്തെ പടത്തിൽ ആൻമേനകത്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റീറിയുടെ കാര്യം ഞാൻ ഒന്നും പറയില്ല. ഒരു സീരീസ് അയൺ ഹാർട്ട് റിലീസ് ആകാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ അവരായിരിക്കും, അതായിരിക്കും നല്ലത്. ബ്ലാക്ക് പാന്തറിനെ വെച്ച് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല, വേണ്ട, അതായിരിക്കും നല്ലത്. ഈ ഒരു സീരീസ് ഇറങ്ങി കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും നല്ലത്. പിന്നെ മിസ് മാർവലിൻ്റെ കാര്യം ഞാൻ ഒന്നും പറയുന്നില്ല, മാർവലിൻ്റെ തന്നെ ബേസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോ ആയിരുന്നു. അപ്പം ഇവരെല്ലാം കൂടെ ഈ പറയുന്ന ഡൂംസ്ഡേയിലും ഒരു പുതിയ സീരീസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്താകുമോ എന്തോ, ഒരാവശ്യമില്ലായിരുന്നു, വെറുതെയാണ്. എങ്കിലും ഇത് പുതിയ തലമുറയെ കൊണ്ടുവരാനായിട്ടുള്ള പരിപാടിയൊക്കെയാണ്.